കംസൻ നോക്കുമ്പോൾ കണ്ടത് ആ പെൺകുഞ്ഞിനെയാണ്. അതിനെ ഒന്ന് നിലത്തടിക്കാൻ പോയി. അതപ്പോൾ ഉയർന്നു പോയിട്ട് ഉച്ചത്തിൽ അട്ടഹസിച്ചതാണ്. കേട്ടുവാ, നിന്റെ ഘാതകൻ ഇവിടെയല്ല, അങ്ങ് അയ്പാടിയിലുണ്ട്. എന്നെ നീ എന്തിനാ വെറുതെ ചെയ്യുന്നു? അങ്ങനെ ഉച്ചത്തിൽ അട്ടഹസിച്ച ഭഗവതി അല്ലേ പടിഞ്ഞാറ്റകത്തെ പരദേവ, വടക്കിനകത്തച്ച് പറച്ചത്തരച്ചിയാണ് അല്ലേ, കാണാൻ പാകൊന്നും ഉണ്ടാവൂല. വടക്കിനകത്തച്ച് പടിഞ്ഞാറ്റകത്തെ പരദേവതയാണ്, വീട്ടിലെ തച്ചിയാണ്. അതുപോലെ നിങ്ങൾ കടവഴിയിൽ കണ്ടാൽ നല്ലൊരു ചങ്ങാതിയുമായിട്ട് ഈ അമ്മയുണ്ടായ പേര് നിങ്ങൾക്ക് ഏത് വിധയും എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. ഹ്രീങ്കാരമെന്നിപ്പോ ഒരു സ്വരൂപത്തിങ്കൽ നിന്നല്ലേ, ഹ്രീങ്കാരമെന്നിപ്പോ ഒരു അക്ഷരത്തിങ്കൽ നിന്ന് ജാതയായിരിക്കുന്ന അനുഭവം അല്ലേ. ഹ്രീങ്കാര സ്വരൂപിണിയാണ് അല്ലേ, എങ്ങനെയും ധ്യാനിക്കാം അല്ലേ. പരാശക്തിയാണ് നിങ്ങൾക്ക് അല്ലേ. ഒരു മരത്തിന് എത്ര ചില്ലയുണ്ടായാലും ആ മരത്തിന് നാമധേയം മാറി പോവാ. ഒരു മരത്തിന് അനേകം ചില്ലയുണ്ടായാലും ഓരോ ചില്ലക്കും ഓരോ നാമധേയം കൊടുക്കുക. അത് രക്തനാമധേയമാണ്. ഇതൊക്കെ ഉത്ഭവിക്കുന്നതായിരിക്കും ഒരു ഹൃങ്കാരം അല്ലേ. അതിന്റെ തായും തടി എന്നിരിക്കും അനുഭവം, അതിന്റെ സത്ത് അതല്ലേ വീട്ടിൽ എങ്ങനെയും ഭജിക്കാൻ നോക്കും. നിങ്ങളുടെ മനസ്സിലുള്ള രൂപം പോലെ എങ്ങനെയാണോ നിങ്ങൾ എന്നെ ആരാധിക്കുന്നത്, അതുപോലെ ഞാൻ എന്നാ പറ്റും ഒരേക്ക് പിടിക്കും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്. ഈ